ഇവിടെ എത്ര അധികം ചക്കയുള്ളത് എന്തിനാ ഈ പണ്ട്രൂട്ടിയിലും കർണാടകത്തിലൊക്കെ പോണത്? 40 കിലോ 35 കിലോ ഒരു ചക്ക. പേറ്റന്റുള്ള 3 ചക്കയുണ്ട്. ചേത്തകത്തിൽ നല്ല ഗ്യാരണ്ടി ഒരു എണ്ണമാണ്. 10 ടണ്ണൊക്കെ വന്നാല് നേരെ തമിഴ്നാട്ടിലേക്കാണ് വിളിക്കുക. ഇത്തവണത്തെ യുദ്ധം കാരണം കർണാടകത്തിൽ കൃഷി ചെയ്യുന്ന ചക്കയുടെ ഒരു ശതമാനം പോലും കേരളത്തിൽ എത്തിയിട്ടില്ല. സൂപ്പർ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് തമിഴ്നാട്ടിലെ പ്രത്യേകത മാർക്കറ്റിൽ ചക്കയ്ക്ക് വലിപ്പത്തിനാണ്. ഈ ചക്ക തിന്നു കഴിഞ്ഞാലുണ്ടല്ലോ ചക്കച്ചോള വരെയാവെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നേക്കാണ് നമ്മളൊരാള്. നമ്മളിവിടെ തൃശ്ശൂർ അടുത്തുള്ള ഒരു ഫാമിലാണ്. J33 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചക്കയുടെ വെറൈറ്റി. ഒരു 100ഓളം ചക്ക ഇവിടെ നമ്മൾ സൈസ് ആക്കിയിട്ടുണ്ട്. അശോകേട്ടൻ എന്ന് പറഞ്ഞാൽ ചക്കയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആളുടെ ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്യാനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഈ വഴി നമുക്ക് സ്ട്രെയിറ്റ് അല്ല? അല്ല ഞങ്ങള് അല്ല ഇവിടെ അംഗൻവാടി ഇറങ്ങി നടക്കുക. ഇവിടെ അടിപൊളി നോക്കിയ സൂപ്പർ റബ്ബർ തോട്ടല്ലേ? ഇതൊരു ബായി വരുന്നുണ്ടല്ലോ. ഞാനൊരു ദിവസം എന്റെ ചെന്നൈന്ന് ഗുവാഹട്ടി എക്സ്പ്രസ് കയറി യാത്ര ചെയ്തു. കാലുകൾ കുത്താൻ എവിടെയാ പാസ് ചെയ്യേ? ചാക്കു സബ് ലേക്കെ ആനാ. ഇപ്പൊ വന്നേക്കണത് എന്തിനു വേണ്ടിട്ടാ? സോസ് ചെയ്യാൻ വേണ്ടി, ആർക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിട്ടാ? ഇപ്പൊ വന്നിരിക്കുന്നത് പഴുപ്പിച്ച ശേഷം ചുള ഉരിഞ്ഞ് കണ്ടെയ്നറിൽ പാക്ക് ചെയ്തിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ ചെയ്യുന്ന വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി സോസ് ചെയ്യാനാണ്. മുകളിലൊന്നും കയറേണ്ടി വരില്ല, എളുപ്പമായി. ഒന്നുമില്ല, എല്ലാം ഞാൻ ചക്ക ഇറക്കണ സാധനമൊക്കെ കൊടുക്കുന്നുണ്ട്. രാഹുൽ നന്നായിട്ട് മലയാളം പറയണ്ടല്ലോ. കൈസ സീക്ക മലയാളം ആസാനെ? അത്ര ആസാനില്ല. ആസാമി ഭാഷയാണോ മലയാളമാണോ? മലയാളം പഠിച്ചിട്ട് മലയാളം. നമ്മളിവിടെ വന്ന് J33 ഒരു ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഇവിടെ വന്നേക്കണത്. അപ്പൊ ആൾക്കാർക്ക് കുറച്ചെങ്കിലും മനസ്സിലായിണ്ടാവും ചേട്ടനെ കുറിച്ച്. എന്നാലും ശരിക്കും ചേട്ടൻ ആരാ? എന്റെ പേര് അശോക് എന്നാണ്. ഞാൻ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. ഞാൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നപ്പോൾ ധാരാളം ചക്ക കഴിച്ചു വളർന്ന ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ചക്കയോട് ഇത്രയുള്ള ഈ മേഖലയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ ചക്കപ്പുറമായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ 2018 വളരെ യാദൃശ്ചികമായിട്ട് ശനിയാഴ്ച അതിരാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ ചങ്ക് ജഗ ചക്ക എന്ന ഒരു കോളത്തിൽ മെട്രോ മനോരമയിലെ ശനിയാഴ്ച ഒരു വാർത്ത കണ്ടു. ചക്ക കഴിക്കുന്നവരുടെ കൂട്ടായ്മ ചക്കക്കൂട്ടം എന്ന് കണ്ടു. അതിൽ നിലമ്പൂർക്കാരനായിട്ടുള്ള ശ്രീമാൻ അനിൽ ജോസാണ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. അന്നൊരു 19-20 പേരോളം ഉള്ളൂ. അപ്പം ഞാൻ ആ കണ്ട ഉടനെ തന്നെ എന്നെ ഗ്രൂപ്പിൽ മെമ്പറാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചു. ഒരുപക്ഷെ ആദ്യത്തെ കോള് എൻ്റെ ആയിരുന്നിരിക്കാം. ഗ്രൂപ്പിൽ മെമ്പറായി. പിന്നെ ആ ഗ്രൂപ്പ് വളർന്ന് ഇന്നിപ്പോൾ ഞാൻ തന്നെ 32 ഗ്രൂപ്പോളം ചക്കകളുടെ ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. ഞാൻ മെമ്പറും അല്ല അഡ്മിനും അല്ലാത്ത ചക്കകളുടെ ഓരോ പഞ്ചായത്തിലും ഗ്രൂപ്പുണ്ട്, ജില്ലാതലത്തിൽ ഗ്രൂപ്പുണ്ട്, 7 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്. ലോകവ്യാപകമായിട്ട് മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് വളർന്നു. എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് ചക്കയെ എത്ര ജനകീയമാക്കാനായിട്ട് ചക്കക്കൂട്ടം ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചക്കക്കൂട്ടം ഗ്രൂപ്പ് കാഴ്ചവെക്കുന്നത്. ഞാൻ ഇത്ര ചക്കയുടെ പേരിൽ അറിയപ്പെടാനും കാരണം ഈ ചക്കക്കൂട്ടം ഗ്രൂപ്പാണ്. ഇപ്പൊ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ ചക്ക കയറ്റുമതിക്ക് വേണ്ടിയിട്ട് ഗുണമേന്മയുള്ള ചക്കകൾ തരംതിരിച്ചിട്ട് കയറ്റുമതിക്ക് കൊടുക്കാന്നുള്ള. ഞാൻ അതിന് വേണ്ടിയിട്ട് കർണാടക, തമിഴ്നാട്, കേരളത്തിന്റെ പല സ്ഥലങ്ങളിലെ തോട്ടോടമകളുടെ അടുത്തും കൃഷി ചെയ്യുന്നവരുടെ അടുത്തും ചക്ക നമുക്ക് കട്ട് ചെയ്ത് തരുന്ന ആളുകളുടെ അടുത്തൊക്കെ പോകും. അപ്പൊ എനിക്കിപ്പോ ഒരു ബൾക്കായിട്ട് സോഴ്സ് ചെയ്യണമെങ്കിൽ അശോകേട്ടനെ സമീപിച്ചാൽ മതിയല്ലേ? അതെ, ബൾക്കായിട്ട് ഓർഡർ സാധാരണ ഞാൻ വിദേശത്തേക്ക് കൊടുക്കാനായിട്ട് സാധാരണ കൂടുതൽ ഓർഡർ വന്നാൽ ഒരു 8, 7 ടൺ, 6 ടൺ, 10 ടണ്ണൊക്കെ വന്നാൽ നേരെ തമിഴ്നാട്ടിലേക്കാണ് വിളിക്കുക. എനിക്ക് അവിടെ ഫോൺ വിളിച്ചാൽ പോലും എനിക്ക് A ഗ്രേഡ് ചക്ക എനിക്ക് അവിടെ നിന്ന് കയറ്റി വിടുന്ന രീതിയിൽ എനിക്ക് അവിടെ ചെയ്യാൻ. ഞാൻ പോകുന്നത്
ഏറ്റവും കൂടുതൽ സീസണിൽ ചക്ക എടുക്കുന്നത് പൻറുട്ടിയാണ്, കടലൂർ ഡിസ്ട്രിക്റ്റിലെ. അവിടെ അത്രയേറെ ബന്ധങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് കീരമംഗലം എന്ന സ്ഥലത്താണ്, തമിഴ്നാട്ടില്. അപ്പച്ചാ എന്തോരം പ്ലാവുണ്ട് ഇവിടെ? ഇവിടെ 150 ഉണ്ട്. ഇത് J33 മുഴുവൻ? അല്ല, അതിലെ റച്ചാക്കുണ്ട് കുറച്ചുള്ളതല്ലേ. പിന്നെ നമുക്ക് വേറെ ഫാം ഉണ്ടോ ചക്കയുടെ തന്നെ? ചക്കയുടെ പിന്നെ വീട്ടില് 2 സ്ഥലമുള്ളൂ. ആണോ? അവിടെ ഇത് തന്നെയാ കൂടുതലും? അവിടെ എല്ലാം ഉണ്ട്. റച്ചാക്കുണ്ട്, പിന്നെ ഈ വിയറ്റ്നാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. ഇവിടെ ഇത്ര അധികം ചക്കയുള്ളത് എന്തിനാ ഈ പണ്ഡ്രൂട്ടിയിലും കർണാടകത്തിലൊക്കെ പോണത്? അതായത് പൻറുട്ടിയിൽ പോയി തന്നെ കാണുന്നതാണ്. പണ്ഡ്രൂട്ടി തമിഴ്നാട്ടിലാണ് അല്ലേ? തമിഴ്നാട്ടിലെ കടലൂർ ഡിസ്ട്രിക്റ്റിലെ പൻറുട്ടി ശരിക്കും ചക്കയുടെ ഒരു ഒരു പർദീസയാണ്. കാരണം 18 ഏക്കറും 20 ഏക്കറൊക്കെ നല്ല ചക്ക നല്ല രീതിയിൽ സംരക്ഷിച്ച് അവരുടെ ഒരു ഡെഡിക്കേഷൻ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അവർ കൃത്യമായിട്ട് അത് പരിപാലിച്ച് വലിയ ചക്ക ഉണ്ടാക്കി എടുക്കുന്നു. അവരത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ബൾക്കായിട്ടുള്ള റിക്വയർമെന്റ്സ് വരുമ്പോ ഇപ്പോഴും നമ്മള് ചേട്ടനൊക്കെ ഈ പണ്ഡ്രൂട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടല്ല. ഓക്കെ. അവിടുത്തെ മണ്ണിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ ശരിക്കും നമ്മുടെ ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അപ്പൊ ഇവിടെ അല്ലേ കൂടുതൽ നന്നായിട്ട് ഉണ്ടാവേണ്ടത്? അങ്ങനെയാണോ? ഞാൻ പറയണത് ശരിയാണോ? അല്ല, അതായത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ അധികം ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഒരു ആവറേജ് ഒരു 35 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ചക്കയിൽ ഉള്ള മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ചക്കയിൽ ജലാംശം കൂടും. അപ്പോൾ ഗുണമേന്മ, മധുരം കുറയും, ടേസ്റ്റ് കുറയും. പക്ഷെ തമിഴ്നാട്ടിൽ മഴ അധികം ഇല്ലാത്തത് കൊണ്ടും ഡ്രൈ ക്ലൈമറ്റ് ആയതുകൊണ്ടും പ്ലാവിനധികം ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടും വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ അത് പരിപാലിക്കണ കൊണ്ടും ആ ചക്കയ്ക്ക് ഒരു ആവറേജ് ടേസ്റ്റ് എല്ലാത്തിനും ഉണ്ട്. പിന്നെ അവിടെ കൂഴ ഇല്ല, കൂഴ വരിക്ക, കൂഴ വരിക്ക കൂഴ എന്നുള്ളൊരു ഇല്ല. അവിടെ എല്ലാം നല്ല വരിക്ക ചക്കകളാണ്. അവിടെ ഉള്ള ചക്കകൾ തമിഴ്നാട്ടിൽ അധികം വലിയ വെറൈറ്റി ഒന്നും അവരിപ്പോഴും കർണാടകനെ പോലെ ഒന്നുമില്ല. അവിടെ പാലൂർ 1, പിന്നെ രാജരുദ്രാക്ഷം, മഹാബദ്രി, അങ്ങനത്തെ കുറച്ച് മോഡല്. പിന്നെ ഇപ്പോൾ വേറെ വെറൈറ്റി ഇനങ്ങളൊക്കെ അവിടെ പ്രചരിച്ച് വന്നിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല. ഇത്തവണത്തെ യുദ്ധം കാരണം എത്ര മികച്ച ഇനം ചക്ക J33 നമുക്ക് കയറ്റി അയക്കാൻ പറ്റാത്ത കാരണം എല്ലാം വീണ് പോയിരിക്കുന്നു. അതെ, എന്തുമാത്രം വീണു പോയി, എത്രയോ നശിച്ചുപോയി. രാഹുൽ മൊത്തം എത്ര എണ്ണമായി ഇപ്പൊ? നമുക്ക് മൊത്തം 100 വേണ്ടേ? എന്ത് തട്ടി നോക്കണേ? തട്ടി നോക്കിയാ അറിയാം. സൗണ്ട് കേട്ടാ? ഇത് പഴുത്താണോ? ഇത് പഴം കേട്ടോ, സൗണ്ട്. ഇത് പച്ച പഴം, സൗണ്ട്. രാഹുൽ, പഴം. അടിപൊളി ഷേപ്പാണ്ടാ. സൗണ്ട് പതിഞ്ഞ സൗണ്ട്. പക്ഷെ ഇത് മുള്ള് വിടുന്നതാണെങ്കിലും ഇത് പഴുക്കത്തില്ല. പക്ഷെ ഇത് ഉണ്ടോ സൗണ്ട്? ഇതാണ് പഴം, ഇത് പച്ച. ഓക്കെ. സൗണ്ട് വേരിയേഷൻ. ഇത് പ്ലാവിന്റെ തൈ. അത് രാവിലെ നമ്മളിവിടെ പ്ലാവിന്റെ തൈ അല്ലേ? നമ്മുടെ ഇവിടെ റെഡിയാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും എന്താണ്? ശരിക്കും ഇത് നമ്മുടെ ഇപ്പൊ ഇവിടെ കൊറി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ചക്കക്കുരിനാ. ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. പക്ഷെ ഓക്കെ, ഇത് ഇട്ടിട്ട് നമുക്ക് 2 മാസമായി കഴിയുമ്പോ നമ്മുടെ ബഡ് തന്നെ. ഓക്കെ, 2 മാസമായി കഴിഞ്ഞാൽ നമ്മള് പിന്നെ ബഡ് ചെയ്യും. നമ്മുടെ ബഡ് അത് കുറി വെച്ചിട്ടുണ്ട്. അത് ഇത് കുറിയല്ല കേട്ടോ, ആള് കുരു എന്നാ ഉദ്ദേശിക്കുന്നത്. കുരു വെച്ചിട്ട് വന്നേക്കണ തൈയാണ്. ഇതിപ്പോ എത്ര പ്രായമുള്ളത്? ഇത് 1 മാസമായിട്ടുണ്ട്. 1 മാസമായിട്ടുള്ള തൈയാണത് J33ന്റെ. ഓക്കെ. പിന്നെ നമ്മുടെ 2 മാസമായി കഴിയുമ്പോ ഇവിടത്തെ കമ്പ് വിട്ടിട്ട് ഇതിനാ ഇവിടത്തെ ഇത് വെച്ചിട്ട് ബഡ് ചെയ്യും. ഓക്കെ. നമ്മൾ ഈ 2 മാസം പ്രായമുള്ള തൈയാണോ നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഇവിടെയുള്ള ഫുൾ ചക്ക J33 തന്നെയാണോ? ഇത് നല്ല അടിപൊളി ചക്കയാണ്. ഈ നാടൻ ചക്കയും നമ്മുടെ നാടൻ ചക്കയും ഈ പറഞ്ഞ ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ കട്ടയ്ക്ക് വെക്കുക രണ്ടും? അതായത് രണ്ടും 2 രീതിയിലാണ് പോകുന്നത്. 2 കാറ്റഗറി പറയാം. ഈ നാടൻ ചക്ക നമുക്കിപ്പോൾ ഒരു 100 എണ്ണം ഒരേപോലത്തെ വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റില്ല.
കാരണം ഒരു തൊടിയിൽ ഒരു പ്ലാവിൽ ചിലപ്പോൾ ഒരു 50 ചക്ക കണ്ടേക്കാം. പക്ഷേ ഓരോ മൂപ്പുള്ളതും നല്ല വലിപ്പമുള്ളതും നമുക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള ചക്ക, നാടൻ ചക്ക ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ ഇതുപോലുള്ള തോട്ടങ്ങളിൽ നമുക്ക് ഒരു 100 പ്ലാവ് ഉണ്ടെങ്കിൽ ആ 100 പ്ലാവിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മൂപ്പുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് ഒരേ പോലത്തെ ചക്ക എടുക്കാം. ഓക്കെ, അപ്പൊ ഒരു യൂണീക്കായിട്ട് കിട്ടും. ബൾക്ക് റിക്വയർമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ഹൈബ്രിഡ് തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ ഒരു പരിധി വരെ. പക്ഷെ നാടൻ ചക്ക എടുക്കാം, പക്ഷെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നാടൻ ചക്കയാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ കാര്യത്തിലല്ലേ, എണ്ണത്തിന്റെ കാര്യത്തിൽ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഇവിടെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതാ കേരളത്തിലുള്ളത്? കേരളത്തിലുള്ളത് ഡാങ്സൂര്യ ഉണ്ട്, കംബോഡിയൻ ഹണിജാക്ക് ഉണ്ട്, സിന്ദൂര ഉണ്ട്, J33 ഉണ്ട്, വിയറ്റ്നാം സൂപ്പർ എർലി ഉണ്ട്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചക്കയാണ്. പിന്നെ വേറെ ഇവിടെ എത്താത്ത കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ളത്. ശങ്കര, സിദ്ധു, പ്രശാന്തി. गर्लफ्रेंड नहीं है? इसको ज्यादा लगे, इसको ज्यादा है गर्लफ्रेंड. एक ही है. ഓ, കർണാടകത്തിൽ കൃഷി ചെയ്യുന്ന ചക്കയുടെ ഒന്നും ഒരു ശതമാനം പോലും കേരളത്തിൽ എത്തിയിട്ടില്ല. അതെ, കർണാടകയിൽ ഒരുപാട് ചക്കയുണ്ട്. പേറ്റന്റ് ഉള്ള 3 ചക്കയുണ്ട്. പേറ്റന്റ് ഉള്ളതെന്ന് വെച്ചാല് സിദ്ധു, ശങ്കര, തുങ്കൂർ, അങ്ങനെ 3 ചക്ക കർണാടകയിൽ പേറ്റന്റ് ഉള്ള ചക്കയുണ്ട്. അവിടെ ഒരുപാടുണ്ട്. അവിടെ സിംഗപ്പൂർ വടൈ, അതേപോലെ ഗംലെസ് ഉണ്ട്, സീഡ്ലെസ് ഉണ്ട്. കേരളത്തിലോ? കേരളത്തിൽ അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് ഏതൊക്കെയാണ്? ഹൈബ്രിഡ് ഇപ്പോ എല്ലാവരും കൂടുതൽ വെച്ചിരിക്കുന്ന വിയറ്റ്നാം സൂപ്പർ എർലി ഓൾ സീസൺ എന്നുള്ള പേരുള്ള ഒരു ചക്കയാണ്. പക്ഷെ അതിനെ അപേക്ഷിച്ച് കൂടുതൽ നല്ല ടെക്സ്ചർ ഉള്ളതും മധുരമുള്ളതും സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ളതും ഫൈബർ കണ്ടന്റ് ഉള്ളതും ഇപ്പോൾ അതുപോലെ ബ്രിക്സ് ലെവല് കൂടിയതൊക്കെ ചക്കകൾ വേറെ ഉണ്ട്. അതിൽ ഉദാഹരണം J33. J33 നല്ല ഗ്യാരണ്ടി ഒരു എണ്ണമാണ് ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് J33. അതുപോലെ ഇപ്പോൾ കേരളത്തിലെ അപൂർവം തോട്ടങ്ങളിൽ കംബോഡിയൻ കൃഷി ചെയ്യുന്നുണ്ട്, മുട്ടമ്പരിക്കയുണ്ട്, ഇപ്പോൾ നമ്മുടെ ജാക്ക് അനിലിന്റെ ജാക്ക് 1 എന്നുള്ളൊരു മോഡലുണ്ട്, പ്രശാന്തി ഉണ്ട്, ഡാങ്സൂര്യ ഉണ്ട്, പിന്നെ സദാനന്തപുരം KV അവർ ഡെവലപ്പ് ചെയ്തെടുത്ത സിന്ദൂരയുണ്ട്. പിന്നെ ഈ പൊതുവെ ആളുകൾക്കൊരു ട്രെൻഡ്, പ്രത്യേകിച്ച് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ റെഡ് വെറൈറ്റിയോട് വലിയൊരു ഭ്രമമുണ്ട്. അതിപ്പോ കൂടുതൽ ഉണ്ട്. അപ്പൊ റെഡ് വരുന്ന ഡാങ്സൂര്യ ഉണ്ട്, സിന്ദൂര ഉണ്ട്, കംബോഡിയൻ ഉണ്ട്. അത് ഒരേ കളറല്ല, വ്യത്യാസമുണ്ട്. ഇപ്പൊ ജയ്പാൽ റെഡ് എന്ന് പറഞ്ഞ റെഡ് ഉണ്ട്, അതിവിടെ ഇല്ല. അത് തളിപ്പറമ്പിലൊരു തോട്ടത്തിലുണ്ട് ജയ്പാൽ റെഡ്. അത് നല്ലൊരു റെഡാണ്. രണ്ടുപേര് പിടിക്കാതെ അല്ല, ഞാൻ കൈ പിടിക്കാം. കൈ പിടിച്ചാൽ താഴെ വരും. ഞാൻ ചക്ക താഴെ വെക്കുന്ന ബാസ്ക്കറ്റ് കൊണ്ടുണ്ട്, അത് എന്റെ ബാഗിലുണ്ട്. 83 हो गया, सेंचुरी मारना है हमें। ज्यादा है और ज्यादा है इधर। ओ लेके आ रहा है वो, अभी सेंचुरी आएगा, अभी लेके जा रहा है सेंचुरी। अगले साल मार्च अप्रैल में आओ, ज्यादा होगा। बड़ा बड़ा साइज में चक्का मिलेगा इधर से। अभी तो बारिश हो गई, फिर भी बाकी है। हाँ, अभी थोड़ा बाकी है। क्यों? ये वार का है, वार के वजह से बाहर में एक्सपोर्ट नहीं हो पाया, इसलिए अभी ज्यादा लेने के लिए आदमी नहीं आ रहा है। लेने के लिए आदमी भी नहीं आता है। ओके, सेंचुरी हो गया, हो गया। सूर्यवंशी है। चक्का कट करने के लिए चाकू लेके आना। J33 നമ്മൾ കണ്ടാക്കിയല്ലേ? ഏത് തുടക്കാനുള്ള ടൂളൊക്കെ ഉണ്ടല്ലോ? ഇതിപ്പോ തൽക്കാലം ഒരു വിദ്യ, ഇല കൊണ്ട് തുടക്കുക. ഇവിടെ ഇതേ ഉള്ളൂ. ആസാം में इसका करी है? ऐसे करिए। അങ്ങനെയുണ്ട് രാഹുൽ? एकदम टेस्ट, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കേട്ടോ, കൊള്ളട്ടോ. നമ്മുടെ സഹോദരങ്ങളാണ്.
रमेश को भी। आपका नाम? ജയന്തോ. നല്ല ഉള്ളല്ലോ ചിക്കൻ ഞങ്ങള് കഴിച്ചില്ല. J33 പിടിച്ചേക്കുക. ആസാം असम वेराइटी है आप लोगों ने लगाया इधर. ഇതിന് ആസാമിൽ എന്താ പറയാ? ലവ്. ചൊർക്കേന ആസാമില് ലവ് എന്ന് പറയുന്നത്. ചൊർക്ക ഈ आप लोग गांव से लेके आए ना? ഓക്കെ. ഇത് ഇവര് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചൊരക്കയുടെ വിത്താണ്. നമ്മൾ അവിടെ കണ്ടില്ലേ ചൊരക്ക? അതിന്റെ നല്ല 10 കിലോ വരെ ആവും. ആണോ? വലുതാണല്ലേ? ഓക്കെ. ആള് ചാക്ക് എടുത്തപ്പോ തന്നെ ഒരു അരണ ചാടി ഇറങ്ങി. നോക്കി കേട്ടോ. പക്ഷേ ഇത് J33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മലേഷ്യൻ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണല്ലേ ഇത്? ഇതിന്റെ പ്രത്യേകത വെച്ചാല് മധുരം ഗ്യാരണ്ടിയാണ്. ഇത് സെമി റൈപ്പനിങ് ആണ്. ഏറ്റവും ടേസ്റ്റ് നല്ല മധുരമുണ്ട്. ഇതിന്റെ ബ്രിക്സ് ലെവൽ കൂടുതലാണ്. എന്ത് ലെവൽ പറഞ്ഞ? ബ്രിക്സ് അതിന്റെ സ്വീറ്റ്നസ് കൂടുതലാണ്. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാർച്ച് കൂടുതലുണ്ട്. അപ്പൊ സെമി റൈപ്പനിങ്ങിൽ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇത് പുഴുക്ക് വെക്കാൻ കൊള്ളാം. അതുപോലെ വറുത്താലും നല്ല ടേസ്റ്റ് ആണ്. എല്ലാത്തിനും പറ്റിയ ഒരു നല്ല മികച്ച ഹൈബ്രിഡ് ആണ് J33 അല്ലേ? ഇത് നമ്മുടെ ഇവിടെ വ്യാപകമായിട്ട് കേരളത്തിലുണ്ട്. ഇപ്പോ ഉണ്ട്, ചെയ്തു വരുന്നുണ്ട്. അധികം പേരും വിയറ്റ്നാമുകാരനെയാണ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ മറ്റുള്ള കംബോഡിയൻ ജാക്ക്, ഓക്കെ, സിന്ദൂര, മുട്ടമ്പരിക്ക, അതിനൊക്കെ ഒരു ഹൈബ്രിഡ് ഇനങ്ങളിലെ ഒരു മികച്ച ചക്ക. നല്ല മധുരം, നല്ല കട്ടി, നല്ല സൂപ്പർ ചക്ക. ഇത് കഴിച്ച ചക്കച്ചോള വരെയാവും. ചക്കച്ചോള പോലെ ആവും. ഈ ഹൈറ്റ് ഇല്ലേ J33യുടെ, ഇത് ഇത്ര വെക്കുള്ളത്? അല്ല, ഇത് പ്രായം കുറവാണ്. ഇതിപ്പോ എത്ര വർഷമായിട്ടുള്ള പ്ലാവായിരിക്കും? ഇതൊരു 4-5 വർഷം ആയിട്ടുള്ളത്. ഇതിനെല്ലാം കുറച്ചും കൂടെ ഹൈറ്റ് വെക്കുമല്ലോ? ഹൈറ്റ് വെക്കും. ഇത് പ്രൂൺ ചെയ്തിട്ട് ഇതിന്റെ മരത്തിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇതിന് വിളവ് കിട്ടും. അതിനാണ് പ്രൂൺ ചെയ്യുക. നേരെ മേലോട്ട് വളരാതെ പടർന്നു വളരാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ. തടിയില് സൂര്യപ്രകാശം വെക്കണം. എന്നാലാണ് കൂടുതൽ വിളവ് കിട്ടുള്ളൂ. അതെ. ഓക്കെ. നമ്മുടെ നാട്ടിൽ നാടൻ പ്ലാവുകളൊക്കെ നേരെ വളർന്ന് മേപ്പോട്ട് പോകും. ഇത് പടർന്നു വളരും. ഓക്കെ. ഓക്കെ. പടർന്നു വളർന്ന കൂടുതൽ ശാഖകൾ ഉണ്ടാവും. ഇത് ഒരു വർഷമല്ലേ? എത്ര ഈൽഡ് അല്ലെങ്കിൽ എത്ര സീസൺ ഉണ്ടാവും ഇതിന്? ഇല്ല, ഇതിപ്പോ J33 നമ്മുടെ കേരളത്തിലെ ഇതനുസരിച്ച് ഇത് ഓൾ സീസൺ പ്ലാവ് അല്ല. ഒരു സാധാരണ നാടൻ പ്ലാവുകളിൽ ചക്ക ഉണ്ടാവുന്ന ഒരു സീസണിൽ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാകുന്നത് ശരിക്കും സാധാരണ 3 മാസമാണ് ചക്കയുടെ ഒരു സമയം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ പോകും. അപ്പൊ ഇത് ഡിസംബർ ആകുമ്പോഴത്തേക്കും ഇത് ചക്ക ഉണ്ടാവാൻ തുടങ്ങും. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാറി വരാം. ഇപ്പോ തമിഴ്നാട്ടിലെ പ്രത്യേകത വെച്ചാല് ഒരു തണ്ടില് 3 ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അവര് 2 എണ്ണം കട്ട് ചെയ്തു. ഒരെണ്ണം നന്നായിട്ട് വളരാൻ അനുവദിക്കും. അതെ, ആ ചക്ക വലിപ്പവും എല്ലാം. തമിഴ്നാട്ടിലെ പ്രത്യേകത മാർക്കറ്റിൽ ചക്കയ്ക്ക് വലിപ്പത്തിനാണ് പൈസ, ആകർഷകം. എത്ര വലുതാവണോ അതിനത്രയും പൈസ മൂല്യം അവർ കൽപ്പിക്കുന്നത്. പിന്നെ കേരളത്തിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ ജൈവാവസ്ഥയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് ചക്ക കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ തമിഴ്നാട്ടില് കാരണം അത്രേ വലിയ സംസ്ഥാനമാണ്. കേരളത്തിനേക്കാൾ ഒരു 3 ഇരട്ടിയൊക്കെ വരും തമിഴ്നാട് എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. പക്ഷെ തമിഴ്നാട്ടിൽ എല്ലായിടത്തും ചക്കയില്ല. ചക്ക ധാരാളമുള്ള ഏരിയ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടില് ഒരു ചുളക്ക് 10 രൂപ കൊടുത്ത് വാങ്ങുന്ന, ചെന്നൈയിലും കോയമ്പത്തൂരൊക്കെ സിറ്റിയിലും അങ്ങനെ വാങ്ങുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ ചക്ക ധാരാളം ഉണ്ടായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഭായിമാരാണ് അസം വല ഭായിമാരാണ് മൊത്തം. അവർക്കൊരു വീടൊക്കെ ഉണ്ട് ഫാമിന്റെ ഉള്ളിൽ തന്നെ. കിത്തനെ സാലോ ആപ് ലോഗ് ഇതർ? 3 സാൽ. 3 വർഷമൊക്കെ അവരിവിടെ വന്നിട്ട് അല്ലെ? നമ്മള് വെറുതെ നിലത്ത് വീണ് പോയിരുന്ന ചക്ക ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു സംഭവമായി മാറിയേക്കാണ്. അത് എന്തുകൊണ്ടത് സംഭവിച്ചു? എങ്ങനെയാണ് ആൾക്കാർ ഇത് തിരിച്ചറിഞ്ഞത്? ഇപ്പൊ ശരിക്കും വ്യാപകമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ വലിയ ഫാമുകൾ ഉണ്ടോ കേരളത്തില്? വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരുപാട് വന്നു തുടങ്ങിയോ? ഇതിലുള്ള ഒരു എക്സ്പെർട്ട് എന്ന രീതിയിൽ എന്താ ചേട്ടൻ പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കുറച്ചു പേരിൽ മാത്രം
ഒതുങ്ങി നിന്ന ഇഷ്ടം കൊണ്ട് കഴിച്ചിരുന്ന അല്ലെങ്കിൽ ബാക്കി മുഴുവൻ പാഴായി പോയിരുന്ന നാട്ടുമ്പുറങ്ങളിൽ മരത്തിൽ നിന്ന് വീണ് ചീഞ്ഞു പോയിരുന്ന ചക്ക ഇന്ന് വ്യാപകമായിട്ട് ആളുകൾ ഒരു ഭക്ഷ്യവസ്തുവാണ്. അതിൽ നിന്ന് വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ആൾക്കാർ പഠിച്ചു. അതോടൊപ്പം തന്നെ കൃഷിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വിപണന സാധ്യത കണ്ടെത്തി. അതുപോലെ ഇതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ പ്രത്യേകിച്ച് ചക്കാപ്പൊടി ശരിക്കും പറഞ്ഞ ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് തുടർച്ചയായിട്ട് ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ചാൽ രോഗത്തിന് ശമനം ഉണ്ടാകുമെന്ന് ശാസ്ത്രം തെളിയിച്ചു. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് പ്രിയമേറി. അതുകൂടാതെ തന്നെ ഇപ്പോൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ കുറച്ച് ചിപ്സ് ഉണ്ടാക്കും, ചക്ക വരട്ടും, ധാരാളം വിശപ്പ് അകറ്റാനായിട്ട് കഴിക്കുന്നതിലുപരി ഇതിനപ്പുറം ഇതിനൊരു വ്യാവസായികമായിട്ടുള്ള മൂല്യം കണ്ടെത്തി, താല്പര്യം കണ്ടെത്തി ആളുകൾ ഇതിന് പല റബ്ബർ തോട്ടങ്ങൾ വെട്ടി പ്ലാവ് വയ്ക്കുന്നു. പലതരം വിദേശ പ്ലാവുകൾ ഇവിടെ കൃഷി ചെയ്ത് പലതരത്തിലുള്ള ചക്കകൾ കഴിക്കാനൊരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യവസായ ഒരു ഉൽപ്പന്നമായി ചക്ക മാറി എന്നത് പ്രത്യേകതയുണ്ട്. മറ്റുള്ള പഴങ്ങളെ പോലെ അല്ലെങ്കിൽ ഇതൊരു വെജിറ്റബിൾ വരുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് വളരെ നാട്ടുപുറങ്ങളിൽ മാത്രം നമ്മൾ ഇടിച്ചക്ക കൊണ്ട് കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ചക്കയുടെ ഒരു പ്രാരംഭഘട്ടം മുതൽ ചക്ക പഴുക്കുന്ന സമയം വരെയുള്ള ചക്ക മൊത്തം നോർത്ത് ഇന്ത്യയിലുമൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അതൊരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ തൈയില്ലേ, ഈ തൈ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോഴാണ് ചക്ക ഉണ്ടായി തുടങ്ങുക? മിനിമം നമുക്ക് 3 വർഷം വേണോ? 3 വർഷം വേണം. 3 വർഷം വേണോ? 2.5-3 വർഷം വേണോ നമുക്ക് ചക്ക കഴിക്കുന്നത്. ഇതിപ്പോ എത്ര നാളായിട്ടുള്ള പ്ലാവാണ്? 4 വർഷം. ഇത് 4 വർഷമായിട്ടുള്ള പ്ലാവാണല്ലേ? ഓക്കെ. രാവിലെ ഇതിപ്പോ കുരു ഇട്ടോണ്ടിരിക്കുകയാണ് നമ്മള്. മണ്ണ് നിറച്ചിട്ടുണ്ട്. മണ്ണ് നിറച്ച് ചക്കക്കുരു ഇട്ടോണ്ടിരിക്കുകയാണ്. മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിലെ ചക്കക്കുരു ഇടാം. ഓക്കെ. ചക്കയില്ല ഏറ്റവും വലിയ ചക്ക എത്ര കിലോന്റെ ഒക്കെ വന്നിട്ടുണ്ട്? J33 40 കിലോ ഉണ്ടാവും. 40 കിലോ? 35 കിലോ ഒരു ചക്ക? അത്രയും വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നമുക്ക് തൈ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട്, റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. എന്ത് വില വരും അതിന്? നമുക്ക് സംതിങ് 60 രൂപ ഉണ്ടാവും. ഓക്കെ. ഇത് ഹോൾസെയിൽ ആയിട്ട്? ഹോൾസെയിൽ ആയിട്ട്. ഇവിടെ സാധാരണ റീറ്റെയിൽ മേടിക്കുമ്പോൾ റീറ്റെയിൽ നമ്മുടെ 100 രൂപ ഉണ്ടാവും. ओके, मिलता हूँ अगले साल.